ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഒരു എളുപ്പമുള്ള സാമ്പാറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തേങ്ങ അരക്കുകയോ വറക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാം കൂടി കുക്കറിൽ പരിപ്പും കഷ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുത്തിട്ട് താളിപ്പ് ചെയ്യുന്നൊരു സാമ്പാറാണ്. അറിയാത്തവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഡ്ഡലി, ദോശ എല്ലാത്തിനും എടുക്കാം. ഇത് ചോറിന് പോലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള പച്ചക്കറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു പിടി സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് ഇച്ചിരി നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, കുറച്ച് 2-3 ബീൻസ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുഴുവനോടെയുള്ള കായം, അതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. LGൻ്റെ ഇങ്ങനത്തെ മുഴുവനുള്ള കായാണ് ഞാൻ യൂസ് ചെയ്യാറ് സാമ്പാറിന് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ പുളി, നമ്മുടെ സാധാരണ പുളിയാണിത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ താളിപ്പിനുള്ള സാധനങ്ങൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്, അതുപോലെ ചെറിയുള്ളി ഞാനിവിടെ 4-5 എടുത്തിട്ടുള്ളൂ. മക്കളൊന്നും കഴിക്കാത്ത കാരണം നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു 10 എടുക്കാം. പൊടികളിൽ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ കശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. എരിവ് കുട്ടികൾക്ക് അധികം വേണ്ടാത്ത കാരണം ഞാൻ അളവ് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. അപ്പം വെജിറ്റബിൾസ് ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ ഹാക്ക് ഉണ്ട്. എന്താ വെച്ചാൽ പിള്ളേർ വെജിറ്റബിൾസ് കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ സാമ്പാറിൻ്റെ കഷ്ണം അരിയുന്ന പോലെ അരിയാതെ എല്ലാം ചെറുതായി നുറുക്കി അരിയുക. ഞാനിപ്പോൾ പൊട്ടാറ്റോ എല്ലാം കണ്ടോ ചെറുതായിട്ടാണ് നുറുക്കി അരിയുന്നത്. അതുപോലെ തന്നെ തക്കാളിയും എല്ലാം ചെറുതായിട്ടാണ് അരിയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ വെണ്ടയ്ക്കയും ഈ കുക്കറിൽ തന്നെ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് വഴുവഴാന്നായി പോവോ. തക്കാളിയും വെണ്ടയ്ക്കയും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ താളിപ്പ് ചെയ്യുമ്പം വഴറ്റിയിട്ടും ഇടാം. പക്ഷെ അത് അഗെയിൻ ടൈം കൺസ്യൂമിങ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. പരിപ്പും എല്ലാ കഷ്ണങ്ങളും വെണ്ടയ്ക്ക ഉൾപ്പെടെ കുക്കറിലേക്ക് ഇടും. എന്നിട്ട് അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 to 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഇടുന്നത്. ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് അതിലേക്ക് ഈ മുഴുവനോടെയുള്ള കായം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ നമ്മൾ കുക്കറിലേക്ക് സാധനങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ ഇത് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്തേക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇട്ടത് കാരണം നമ്മൾ ഒരു വിസിൽ ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ അടിഞ്ഞു പോവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ നമ്മളൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. എനിക്കിപ്പം കുതിർക്കാതെ തന്നെ ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പം കുക്കർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നോക്കി, അതായത് വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടയ്ക്ക, അതുപോലെ തന്നെ തക്കാളി, ഇതൊന്നും അടിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് വേവിലുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ ഇപ്പോൾ പരിപ്പ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ പരിപ്പ് കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, അടിഞ്ഞിട്ടുമില്ല വേവാണ്ടുമില്ല, കറക്റ്റ് വേവിൽ കിട്ടും നമുക്ക്. ഇനി നമുക്കിതിൻ്റെ താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ അടുപ്പ് ഓണാക്കിയിട്ട് ഒരു കട്ടിപ്പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിനകത്തേക്ക് കടുക് ഇട്ടു. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. അതുപോലെ തന്നെ ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ചത് ഉണ്ട്, അതും ഞാൻ ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കടുക് പൊട്ടുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചെറിയുള്ളി ഇടാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ചെറിയുള്ളി ഇടുകയാണെങ്കിൽ ഇനി നല്ല ടേസ്റ്റ് വരും. ഇവിടെ മക്കൾക്ക് ഒരു പച്ചക്കറിയും കഴിക്കാത്തവരായതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ അളവും കുറച്ചിട്ടാണ് യൂഷ്വലി ആക്കുക. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ആ പൊടികൾ നമുക്ക് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് സാമ്പാർ പൊടി ആക്കി കൊടുത്തേച്ചുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ഒരു 1/2 സ്പൂൺ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, തീർത്തും വേണമെന്നില്ല. കാരണം എപ്പോഴും ഞാൻ ആക്കുമ്പോൾ ഇതില്ലാന്ന് തന്നെ ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് അവോയ്ഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റിൽ നല്ല സാമ്പാറായി കിട്ടും. ഇനി പൊടികൾ ഇട്ടിട്ട് വഴറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിക്ക് പിടിക്കില്ല, നല്ല മൂത്ത് വരും. മസാലകൾ മൂക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച പുളി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് പരിപ്പും കഷ്ണങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ നമ്മളെ സാമ്പാറായി. ഇതിനൊരു ജസ്റ്റ് ഒരു തിള വരുന്നവരെ വയ്ക്കുക. അപ്പോഴേക്കും നമ്മളെ സാമ്പാർ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിത്
എളുപ്പത്തിൽ ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും ആക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, താങ്ക്